5-8 വർഷമായി കിടക്കുന്ന രോഗിയാണ്. അപ്പൊ അവർക്ക് മുദ്ദ് കൊടുക്കേണ്ടതുണ്ടോ? നോമ്പ് എടുക്കാൻ പറ്റാത്ത ആളാണ്. നോമ്പ് എടുക്കുന്നില്ല 3-4 വർഷമായിട്ട്. അപ്പൊ അവർക്ക് മുദ്ദ് എങ്ങനെയാണ്? അത് മുദ്ദ് ആവശ്യമുണ്ടോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നോമ്പ് നിർബന്ധമാകുന്നത് അതിനുള്ള കഴിവുണ്ടാകുമ്പോഴാണ്. ഇപ്പോൾ ബോധമുണ്ടെങ്കിൽ, ഓർമ്മ ഉണ്ടെങ്കിൽ മാത്രമാണ് നിർബന്ധമാണത്. ഓർമ്മയില്ലാത്ത ഒരാളാണെങ്കിൽ, ബോധമില്ലാത്ത ഒരാളാണെങ്കിൽ, അതല്ലെങ്കിൽ മറവി രോഗം പോലെയുള്ള ഓർമ്മശക്തി ഇല്ല, പറയുന്നത് ബോധമില്ല, ഭ്രാന്ത് പോലുള്ള അസുഖങ്ങൾ ബാധിച്ച ആൾ, മാനസിക പ്രശ്നമുള്ള ആളുകൾ, ഇങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊന്നും മുക്കല്ലഫല്ല. മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ ഒരു കർമ്മം ഒരാൾക്ക് നിർബന്ധമാണെങ്കിൽ അയാൾക്ക് ബുദ്ധി ഉണ്ടാകണം, വിവേചന ശക്തി ഉണ്ടാകണം, അതുപോലെ തന്നെ പ്രായപൂർത്തിയാകണം, മുസ്ലിം ആകണം എന്നുള്ള നിബന്ധനകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് ബോധമില്ലാത്തൊരവസ്ഥയിലാണ് അയാൾ കിടക്കുന്നതെങ്കിൽ അയാളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ വാർദ്ധക്യത്തിൽ ഒരു പരിധിക്കപ്പുറം ബോധം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നോമ്പ് നിർബന്ധമല്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മുദ്ദോ മറ്റോ കൊടുക്കേണ്ടതില്ല, നോമ്പ് തന്നെ അയാൾക്ക് നിർബന്ധമില്ലാത്തൊരു സാഹചര്യമാണുള്ളത്. എന്നാൽ കിടപ്പ് രോഗിയായ ഒരു വ്യക്തിക്ക് ഓർമ്മശക്തി ഉണ്ട്, അയാൾക്ക് ബുദ്ധിയുണ്ട്, അതുപോലെ തന്നെ നോമ്പ് നോൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയിലാണ് എങ്കിൽ അയാൾ നോമ്പ് നോൽക്കണം. അപ്പോൾ നോൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണെങ്കിൽ അതിന് അയാൾ മുദ്ദ് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരിക്കലും നോമ്പ് മാറാത്ത അസുഖമുള്ള ഇപ്പോൾ വാർദ്ധക്യത്തിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നിത്യരോഗികളായിട്ടുള്ള ആളുകൾ, അവർക്ക് ഒരിക്കലും ആ രോഗത്തൊരു മുക്തി ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ മാത്രമാണ് അവർ മുദ്ദ് കൊടുക്കേണ്ടത്. അതല്ല രോഗം മാറും എന്ന അവസ്ഥയിലാണെങ്കിൽ മാറിയതിനു ശേഷം നോറ്റുവിട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ, അവർക്ക് ഒരിക്കലും രോഗം മാറുകയില്ല, എന്നാൽ കിടപ്പിലാണെങ്കിൽ ബുദ്ധിയുണ്ട്, ആ ഒരവസ്ഥയിലാണ് എങ്കിൽ അവർ നോമ്പ് നോൽക്കുന്നതിന് പകരം അവർക്ക് മുദ്ദ് കൊടുക്കുകയാണ് വേണ്ടത്. ഒരു പാവപ്പെട്ടവൻ്റെ ഭക്ഷണമാണ് ഒരു നേരം ഒരാൾക്ക്. ഇപ്പോൾ 1.25 കിലോ അരി അല്ലെങ്കിൽ 1.5 കൊടുക്കുകയാണ് ഏറ്റവും അഫ്ദൽ. ഷെയ്ഖ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹി പോലുള്ള പണ്ഡിതന്മാർക്ക് 1.5 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചില പണ്ഡിതന്മാർ 1.25 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1.25 അതല്ലെങ്കിൽ 1.5 കിലോ അരി കൊടുക്കുക, അതല്ലെങ്കിൽ ഏറ്റവും അഫ്ദൽ ഭക്ഷണം വെച്ചിട്ട് കൊടുക്കുക. അപ്പോൾ വീട്ടിലൊരു നോമ്പുതോറ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് പാവപ്പെട്ട അർഹരായിട്ടുള്ള എത്ര നോമ്പാണ് അത്രയും നോമ്പിനുള്ള ആളുകൾക്കുള്ള ഭക്ഷണം വീട്ടിൽ കൊടുക്കുക. നോമ്പുതോറ ഉണ്ടാക്കിയിട്ട് ആ നോമ്പുതോറയിലേക്ക് വിളിച്ചാൽ മതി, അതല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്തിട്ട് കൊടുക്കാം, അതാണ് ഏറ്റവും അഫ്ദൽ. ഇനി അതല്ലെങ്കിൽ അരി പോലുള്ള സാധനങ്ങൾ, മുഖ്യ ആഹാരമായിട്ടുള്ള വസ്തു ഒരു 1.25 കിലോ അല്ലെങ്കിൽ 1.5 കിലോ കൊടുക്കുക. ഇതാണ് ചെയ്യേണ്ടത് അതിൻ്റെ കഫാറത്ത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അഅലം.